ഹലോ ഗൈസ്, അപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ട്രിപ്പൊന്നും ഇല്ലാതെ ഇങ്ങനെ ബോറടിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ആദ്യം ഗോവയിലേക്ക് പോകുമെന്ന് വിചാരിച്ചു. അങ്ങനെ ട്രെയിനിൽ കയറി, ട്രെയിനിലാണെങ്കിൽ ഫുൾ അടി. അങ്ങനെ കഷ്ടപ്പെട്ട് ഗോവയിലെത്തി ഒരു റെൻ്റ് സ്കൂട്ടറൊക്കെ എടുത്തിട്ട് ആദ്യം പോകുന്നത് കണ്ടോളിയും ബീച്ചിലേക്കാണ്. അവിടുത്തെ ആ ഒരു എക്സ്പീരിയൻസ്, വിഷ്വൽ എക്സ്പീരിയൻസ് ആണെങ്കിലും അവിടുത്തെ ഒരു വൈബ് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. അടിപൊളിയാണ് ആ ഒരു ഈവനിങ്, ആ സൺസെറ്റ് വ്യൂവും അതുപോലെ തന്നെ നൈറ്റിലെ അവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ. രാവിലെ ആയപ്പോൾ വീണ്ടും സ്കൂട്ടർ എടുത്തുകൊണ്ട് ഇറങ്ങി. രാവിലെ ഓൾഡൻ ഗോവ ആ ഒരു സ്ഥലവും പിന്നെ പനാജി ആ ഒരു ഏരിയയിലൊക്കെയാണ് കറങ്ങിയത്. ശരിക്കും ആ ഗോവയുടെ തനത് ശൈലിയൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് ശരിക്കും ഈ ഒരു ഏരിയയിലൊക്കെ തന്നെയാണ്. ഗോവയിൽ നേരെ പോകുന്നത് ലോകത്തിലെ അത്ഭുതങ്ങളിൽ ഒന്നായ നമുക്ക് ഇന്ത്യക്ക് ഏറ്റവും പ്രിയപ്പെട്ട താജ്മഹലിലേക്കാണ്. അവിടെ നമ്മൾ നടന്നിങ്ങനെ കഷ്ടപ്പെട്ട് നടന്നു വരുമ്പോൾ ആ ഒരു മൊമെന്റ്, ആ ഒരു വിഷ്വൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന ഒരു വിഷ്വൽ ഉണ്ട്. അത് ശരിക്കും നമ്മുടെ ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു വിഷ്വൽ തന്നെയാണ്. അങ്ങനെ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു താജ്മഹലിൽ പോകണം, അവിടെ നിന്ന് ഫോട്ടോ എടുക്കണം, അവിടെ ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ എന്തായാലും ഓൾമോസ്റ്റ് ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയാക്കി തിരിച്ച് മടങ്ങി വരികയാണ്. എയർപോർട്ടിൽ വന്നു, രാവിലെ ആയിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു, രാവിലത്തെ സൺറൈസിൻ്റെ വീഡിയോ വിൻഡോ സീറ്റിൽ ഇരുന്നിട്ട് കാണുന്ന ഒരു വീഡിയോ കണ്ടപ്പോൾ തൊട്ടൊരു ആഗ്രഹമായിരുന്നു വിൻഡോ സീറ്റിൽ ഇരുന്ന സൺറൈസിൻ്റെ വ്യൂ ഒന്ന് കാണുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ വിൻഡോ സീറ്റ് കിട്ടി. രാവിലെ മൊമെൻ്റ് ആയിരുന്നു. ആ ഒരു സൺറൈസിൻ്റെ വ്യൂ ഒക്കെ ഫ്ലൈറ്റിൽ ഇരുന്ന് ആസ്വദിക്കാൻ പറ്റി. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഈ യാത്രയുടെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത യാത്രയിൽ കാണാം. ബൈ ബൈ.